ഹായ് അസ്സാമു അലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മുരിങ്ങയിലയും ചക്കക്കുരുവും വെച്ചിട്ട് തേങ്ങ അരക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചുകറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനം ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് ഞാനിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ മുരിങ്ങയില ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തൊലി കളയാമെന്ന്. ഇതുപോലെയാണ്. എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ നമ്മൾ ചക്കക്കുരു നന്നായി കഴുകിയിട്ട് അതിൻ്റെ കൂടെ പൂളയൊക്കെ വേവിക്കാൻ വെക്കുന്ന പോലെ തന്നെ അതുപോലെ കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ച് ഒരു 4-5 വിസിൽ അടുപ്പിച്ചാൽ കൈ വെച്ച് പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മേലെയുള്ള ഈ ചുമന്ന തൊലി അത് വളരെ ഹെൽത്തിയാണ്. അത് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് തൊലിച്ചെടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഇതാണല്ലോ, ഹെൽത്തി ഫുഡാണ്. അപ്പോൾ ഇങ്ങനെ കളയാതെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച വെള്ളം അതിൻ്റെ കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ അത് എന്തായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും, ഹെൽത്തിയാണ്. ഇല്ല ഓയിലുള്ളെങ്കിൽ പിന്നെ അതന്നെ ഒഴിച്ച് നമുക്ക് തയ്യാറാക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി വാട്ടിയെടുക്കാം. ഏകദേശം വാടി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത് കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഉണക്കമുളക് ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് നന്നായി ബ്രൗൺ കളർ ആവണം കേട്ടോ. അപ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഉള്ളി വലിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി യൂസ് ചെയ്യാം. ഇനി ഇതിപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. ഇപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ കറി ഒരു മഞ്ഞ കളർ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇടാതെയും ചെയ്യാം. എന്നിട്ടിത് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ മുരിങ്ങയില എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഇപ്പോൾ ഇതിൽ അങ്ങനെ കുക്കായിക്കോളും, അത് വേവും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണിത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സംഭവമാണല്ലോ മുരിങ്ങയില എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വേണ്ടപ്പെട്ട ചീരവർഗ്ഗങ്ങളിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കണം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ചക്കക്കുരു അത് ഇതിലേക്ക്
ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ. ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആ വെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ വെള്ളം നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കട്ടോ. നമുക്ക് കറി എത്രത്തോളം തിക്നെസ് വേണോ അത് നോക്കിയിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇനി നമ്മൾ ഇതുപോലെ ഇത് ഇനിയൊന്ന് നന്നായി തിളച്ച് വരണം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി തിളക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ ഏകദേശം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇനി നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ പരിപ്പ് മുരിങ്ങയൊക്കെ വെക്കുന്ന അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ. ഇതൊക്കെ വെച്ച് നമ്മൾ കഴിച്ച് നോക്കിയൊക്കെ ചക്കക്കുരു ഒന്നും വെറുതെ കളയില്ല. അത്ര ടേസ്റ്റാണ്. പെട്ടെന്നുണ്ടല്ലോ തൊലിച്ചെടുക്കാനും. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഞാൻ കുറച്ച് ചോറൊക്കെ വിളമ്പി കുറച്ച് കറി ഒഴിച്ച് കൊടുത്ത്, പിന്നെ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു, പേതള മീൻ, അതും വെച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.